അതിപുരാതനവും പ്രശസ്തവുമായ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. പോയിട്ട് കുറേ ദിവസമായി, പക്ഷെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു. കുറച്ചല്ല, ഇത്തിരിയേറെ. ഞങ്ങൾ ഒരേ സമയം നാട്ടിലെത്തുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് സ്ഥിരമാണ്. കുറേ പേർ എന്നാലും മിസ്സിംഗ് ആണ്. എല്ലാവരെയും കൂടി ഒരുമിച്ച് കിട്ടാൻ നല്ല പാടാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും 2 വണ്ടിയിലായി വെയിലൊക്കെ കൊണ്ട് അവിടെ എത്തി. ആറന്മുള ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നും, കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളതും, കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നുമാണിത്. വള്ളംകളിക്കും വള്ളസദ്യയ്ക്കും പേരുകേട്ട ക്ഷേത്രം കൂടിയാണിത്. പ്രശസ്തമായ ആറന്മുള കണ്ണാടിയോടുകൂടിയുള്ള തുലാഭാരവും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുത് നദീതീരത്ത് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പരസ്പരം കളിയാക്കിയൊക്കെ ഇരുന്നു. കുറെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു. ഇപ്പം നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് കരുതി അമ്മുവിന്റെ പറ്റില്ലേ? അമ്മു ഞങ്ങൾക്ക് വാങ്ങി തരുന്നു. ഫ്രണ്ടിന്റെ കടയിൽ വന്നതാണ്. അതൊക്കെ അവിടെ നിൽക്കാൻ. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വെയിലൊക്കെ മാറി മഴയെത്തി. മഴയത്ത് നിന്ന് കുറച്ച് റീൽസും ഡാൻസും ഒക്കെ എടുത്തു. ഹലോ ഗായ്സ്, വെയിലൊക്കെയാണ്. പത്മ ഉണ്ടോ വെയിൽ കാരണം ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഇവള് ഭയങ്കര ഇതൊക്കെയാണ്, ഫോട്ടോ എടുത്ത് എന്നിട്ട് ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങള് കുറേ ഫോട്ടോസും വീഡിയോസും കുറേ റീലൊക്കെ എടുത്ത് ക്ഷീണിച്ചു. ഒരു വഴിയായി. എന്ത് എല്ലാവരും കാണുന്നില്ല. ഞങ്ങൾ ഇന്നത്തേക്ക് മതിയാക്കാമെന്ന് കരുതി പോവാണ്. ഇവരുടെ കുറേ കോപ്രായങ്ങൾ കാണാം. ഓക്കെ, തിരിച്ചു വരുന്ന വഴി ഉപ്പിലിട്ട നാരങ്ങാവെള്ളം കുടിക്കാനായി ഒരു കടയിൽ കയറി. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ജാതിക്ക ഇതൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ നാരങ്ങാവെള്ളമായിരുന്നു. സംഭവം കൊള്ളായിരുന്നു. എന്നാലും ജാതിക്ക കഴിച്ചിട്ടുള്ള മോമോയുടെ എക്സ്പ്രഷനാണ് ഗൈസ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തേക്ക് മതിയാക്കി. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.